അതു വേണം ഇതു വേണം എന്നു ചോദിക്കില്ല, അറിവുള്ളിൽ തരും ദേവി എൻ്റെ അമ്മ, അലിവുള്ളിൽ തരുമമ്മ എൻ്റെ അമ്മ. നേമം കച്ചേരി നട എഴുന്നള്ളിപ്പിന്റെ മാഹാത്മ്യം. വെള്ളായണി കാളിയൂട്ട് മഹോത്സവത്തിൽ വടക്കേ ദിക്കിലെ കോലിയക്കോട് ദിക്കുബലിക്ക് ശേഷം നടക്കുന്ന ഏറ്റവും സവിശേഷമായ ചടങ്ങാണ് നേമം കച്ചേരി നട എഴുന്നള്ളിപ്പ്. മുമ്പ് രാജഭരണകാലത്ത് തിരുവിതാംകൂർ മഹാരാജാവ് പേരുകേട്ട വെള്ളായണി ക്ഷേത്രത്തിലെ തിരുമുടി എഴുന്നള്ളിപ്പ് നേരിൽ കാണണമെന്ന് ആഗ്രഹം പ്രകടിപ്പിച്ചു. മഹാരാജാവിൻ്റെ സൗകര്യാർത്ഥം ദേവി രാജവീതിയിൽ പ്രത്യേകമായി തിരുമുടി എഴുന്നള്ളിപ്പ് നടത്തി. അതിനെ അനുസ്മരിക്കുന്നതിനു വേണ്ടി പിന്നീടുള്ള എല്ലാ കാളിയൂട്ട് ഉത്സവത്തിനും ഈ ചടങ്ങ് പ്രൗഢഗംഭീരമായി നടത്തിവരുന്നു. ഇന്നത്തെ വില്ലേജ് ഓഫീസ് മുമ്പ് കച്ചേരി കാര്യാലയം എന്നറിയപ്പെട്ടിരുന്നു. കച്ചേരി നടയിലെ കിണറ്റിൽ നിന്ന് കുളിച്ച് രാജാവ് നൽകിയിരുന്ന വസ്ത്രം ധരിച്ചുകൊണ്ടാണ് വാത്തി തിരുമുടി എഴുന്നള്ളിച്ചിരുന്നത്. ഇപ്പോഴും സർക്കാർ വകുപ്പുകളുടെയും ഉദ്യോഗസ്ഥരുടെയും പൊതുജനങ്ങളുടെയും ഒരു സംഘാടക സമിതിയാണ് കച്ചേരി നട എഴുന്നള്ളിപ്പിന് നേതൃത്വം നൽകുന്നത്. ക്ഷേത്ര ഉത്സവപ്പറമ്പിലെ കളങ്കാവലുകൾക്കും ദിക്കുവലിക്കളത്തിലെ എഴുന്നള്ളിപ്പിനും പുറമെ തിരുമുടി തലയിൽ എഴുന്നള്ളിക്കുന്നത് കച്ചേരി നടയിൽ മാത്രമാണ്. കോലിയക്കോട് ദിക്കുവലിക്ക് ശേഷം വീടുകളിലെ നിറപുറ പൂജ നടക്കുന്നതിനിടെ പ്രത്യേക സമയം കണ്ടെത്തിയാണ് ഈ എഴുന്നള്ളിപ്പ്. തിരുമുടി എഴുന്നള്ളിപ്പിലെ രാജകീയ പ്രൗഢിയും പൊലിമയും ഇവിടെ ദർശിക്കാനാകും. അതുകൊണ്ട് തന്നെ ഇത് ദർശിക്കാൻ 10,000-കണക്കിന് ആളുകൾ രാജവീതിക്ക് ഇരുവശവും അണിനിരക്കും. ഈ എഴുന്നള്ളത്തിൽ ദേവി പൂർണ്ണ തൃപ്തയാണെന്ന് കരുതപ്പെടുന്നു. അളവറ്റ കാരുണ്യം ചൊരിയുമെന്നുമാണ് വിശ്വാസം. രാജഭരണകാലം തൊട്ടേ വിവിധ സർക്കാർ വകുപ്പുകളുടെ ഏകോപനം കച്ചേരി നട എഴുന്നള്ളത്തിലുണ്ട്. ജനാധിപത്യ ഭരണത്തിലും അത് തുടരുന്നു എന്നതൊരു മഹനീയമായ സവിശേഷതയാണ്.